അത് നിങ്ങളുടെ ശവസംസ്കാര ചടങ്ങിൽ ആലപിക്കപ്പെടുകയും ചെയ്യും. ഞാൻ ഈ ഒരു വീഡിയോ വെറുതെ ഇട്ടതല്ല. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മള് കണ്ടിട്ടില്ലേ ഉറുമ്പൊക്കെ ഇങ്ങനെ ചത്ത ഉറുമ്പുകളുടെ അതായത് സ്വന്തം ഇനത്തിൽപ്പെട്ടതും വേറെ ഇനത്തിൽപ്പെട്ട ഉറുമ്പുകളുടെ ബോഡി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്. മരിച്ച ഉറുമ്പുകളുടെ എന്തിനു വേണ്ടിയിട്ടാ കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ? നമ്മള് പലപ്പോഴും ചിന്തിക്കുന്ന ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാ ഞാനും അങ്ങനെ വിചാരിച്ചത്. പക്ഷെ കഴിക്കാൻ വേണ്ടി മാത്രമല്ല. ഉറുമ്പിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ അറിയാമല്ലോ. ഇതൊരു കോളനി ആയിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. അതായത് പഴയ രാജ്യങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ രാജഭരണത്തിലുള്ള ഇപ്പൊ ഈ രാജ്ഞിയുണ്ട്. ഒരു ക്യൂനായിട്ടുള്ള ഒരു ഉറുമ്പുണ്ട്. പിന്നെ വർക്കേഴ്സ്, സോൾജിയേഴ്സ് ജോലിക്കാരും പട്ടാളക്കാരും അടങ്ങുന്ന ഒരു വലിയൊരു ഇതാണ്. ഇതിന്റെ കൂട് കണ്ടിട്ടില്ലേ? കൂട് കാണുമ്പോൾ നമുക്ക് ചെറിയ ഇതായിട്ട് തോന്നുമെങ്കിലും നമുക്കത് മനസ്സിലാകത്തില്ലല്ലോ മണ്ണ് കൊണ്ടുള്ള ഇത്. ഇതിനകത്ത് കുറെ അറകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവരുടേതായിട്ടുള്ള. ഇതിനകത്ത് ഒരു അറയെന്ന് പറഞ്ഞാൽ സെമിത്തേരിയാണ്. സ്വന്തം കൂട്ടത്തിലുള്ളത് മരിച്ചാൽ ഈ ഒരു സെമിത്തേരിക്കകത്ത് കൊണ്ട് അത് കൊണ്ട് അടക്കം ചെയ്യുന്ന പോലെ അവിടെ കൊണ്ടിടും. അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ മറ്റു ഉറുമ്പുകളിലേക്ക് അസുഖങ്ങളൊന്നും പടരാതിരിക്കാനും, ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനും, വൃത്തിയാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. വേണമെങ്കിൽ ഒരു റെസ്പെക്ട് എന്ന് നമുക്ക് പറയാം. ഒരു റെസ്പെക്ട് ചെയ്യുന്നയാ. അപ്പൊ എതിരായിട്ട് വേറെ ഇനത്തിൽപ്പെട്ട ഉറുമ്പുകൾ ഉണ്ടാവില്ലേ? ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. യുദ്ധമാവും. യുദ്ധമായിട്ട് ചാകുന്ന എതിരാളികൾ ഉറുമ്പുകളെ ഇതേപോലെ കൊണ്ടുവരാറുണ്ട്. പലപ്പോഴും അത് ഫുഡിന് വേണ്ടിയിട്ടും കൊണ്ടുവരാറുണ്ട്. ഈ യുദ്ധത്തിൽ ജയിച്ചെന്ന് പറയാൻ ഒരു തെളിവിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതുണ്ട്.